الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പലപ്പോഴായി പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ പകലിൽ നമ്മൾ ആഗ്രഹിച്ചതും മറ്റുള്ളവരുമായി ചർച്ച ചെയ്തതും ഒക്കെയായിരിക്കും രാത്രി നമ്മൾ സ്വപ്നങ്ങളായി ഉറക്കിൽ കാണാറുള്ളത്. അതല്ലെങ്കിൽ പിശാചിന്റെ പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ കാണും. മൂന്നാമത്തെ ഒന്ന് അള്ളാഹു നമുക്ക് അറിയിക്കുന്ന പടച്ചറബിന്റെ പക്കൽ നിന്നുള്ള സന്ദേശങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അർ-റുഅ്യ സലാസ്, സ്വപ്നങ്ങൾ 3 വിധമാണുള്ളത്. ഒന്ന് ഹദീസുൻ നഫ്സ്, നമ്മുടെ മനസ്സിലുള്ള മോഹങ്ങളും സംസാരങ്ങളും. 2 തഖ്വീഫുശ് ശൈത്താൻ, പിശാചിന്റെ പേടിപ്പെടുത്തലുകൾ, ദുസ്വപ്നങ്ങൾ. മൂന്നാമത്തേത് വബുശ്റാ മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സന്തോഷ വാർത്തകൾ. ഇത് മനുഷ്യരായ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളുടെ പൊതുവെയുള്ള അവസ്ഥയാണ് എങ്കിൽ നബിമാരുടേത് അങ്ങനെയല്ല. അവരുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമായിരിക്കും.
അത് വഹീന്റെ കൂടി ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ ആരംഭം, പ്രവാചകത്വത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിലും മറ്റുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹീ അർ-റുഅ്യ സ്വാലിഹ. നല്ല നല്ല സ്വപ്നങ്ങൾ കാണലായിരുന്നു പ്രവാചകന്റെ തുടക്കത്തിൽ, വഹീന്റെ ആരംഭത്തിൽ. ഫകാന ലാ യറാ റുഅ്യൻ ഇല്ലാ ജാഅത് മിസ്ല ഫലഖിസ് സുബ്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന സ്വപ്നങ്ങളൊക്കെ പ്രഭാതത്തിന്റെ പുലരി പോലെ അതങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി പുറത്തു വരുന്ന, തെളിഞ്ഞു വരുന്ന അവസ്ഥയുണ്ടാകും. അതേപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള സംഗതിയാണ്. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹുവിന്റെ നിർദ്ദേശം എന്ന രീതിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റെടുത്തത്. അതേപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വപ്നം പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നങ്ങളും ഖുർആൻ പരാമർശിച്ചതുണ്ട്, ഹദീസുകളിലൂടെ വന്നതുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കപ്പോഴും പ്രവാചകന്റെ പള്ളിയിൽ ഒത്തുകൂടുന്ന സ്വഹാബികളോട് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ചോദിക്കുമായിരുന്നു, ഹൽ റആ അഹദും മിൻകും റുഅ്യ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വഹാബികളിൽ കണ്ടവർ അത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവർക്ക് ആവശ്യമായ വിശദീകരണങ്ങൾ നൽകും. ഇങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം നമുക്ക് കാണുവാൻ സാധിക്കും, ബാബു തഅബീരി റുഅ്യ ബഅദ സ്വലാത്തി സുബ്ഹ്. പ്രഭാത നമസ്കാരത്തിന് ശേഷം, സുബ്ഹ് നമസ്കാരത്തിന് ശേഷം സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ നൽകൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സംഭവം ഉദ്ധരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് അങ്ങോട്ട് അത്ഭുതകരമായ ചില കാഴ്ചകളെ സംബന്ധിച്ച് വിശദീകരിച്ചു, പ്രവാചകൻ കണ്ട സ്വപ്നത്തെ സംബന്ധിച്ചു. ഇന്നഹു അതാനിൽ ലൈലത ആതിയാൻ. കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ രണ്ടാളുകൾ വന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്ന ആ സ്വപ്നത്തിന്റെ വിശദീകരണം കേവലം നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു കിനാവല്ല, അള്ളാഹുവിന്റെ വഹീന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടും പല ഉപദേശങ്ങളും ഗുണപാഠങ്ങളും അതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ധാരാളം സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് എന്നുള്ളത് കൊണ്ടും ഇസ്ലാമിക ലോകം അത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ ആ പ്രവാചകൻ ഒരു ചര്യ കൂടി നമുക്ക് ആ ഹദീസിൽ കാണുവാൻ സാധിക്കും. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലാ സ്വലാതൻ അഖ്ബല അലൈനാ ബിവജ്ഹിഹി. സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ നേർക്ക് അഭിമുഖമായി തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോ നമ്മുടെ പല പള്ളികളിലും കാണാറുള്ളത് പോലെ സലാം വീട്ടിയതിനു ശേഷം അങ്ങനെ തന്നെ ഇരിക്കുന്ന രീതിയോ, വലതുഭാഗത്തേക്ക് മുഖം തിരിച്ചിരുന്ന് ഉറക്കെ ദുആ ചെയ്യുന്ന, ദിക്ർ ചൊല്ലുന്ന, എന്നിട്ട് അതിന് മഅ്മൂമികൾ ആമീൻ പറയുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ ഒന്നിലുമില്ല. അതിന്റെ തുടക്കം മുതലേ സുന്നത്തിനെതിരാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ അത് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സ്വഹാബത്തിന്റെ നേർക്ക്, മഅ്മൂമികളുടെ നേരെ മുഖം തിരിഞ്ഞിരിക്കും എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങി. കഴിഞ്ഞ രാത്രിയിൽ രണ്ടുപേർ എന്നെ വന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോയി. സ്വപ്നത്തിൽ കാണുന്ന കാഴ്ചയാണ്. ഹദീസിന്റെ അവസാന ഭാഗത്ത് വിശദീകരിച്ചതുപോലെ ആ രണ്ടാളുകൾ വേറെ ആരുമല്ല, ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമായിരുന്നു. അവർ രണ്ടുപേരും
കൂട്ടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത അത്ഭുതകരമായ ഭീകരമായ പല കാഴ്ചകളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞത്. അതിലൊന്ന് വഇന്നാ അതൈനാ അലാ റജുലിൻ മുൽതജിഇൻ, ഞങ്ങൾ അങ്ങനെ ഒരു മനുഷ്യന്റെ അടുക്കലൂടെ കടന്നുപോയി അയാളുടെ അടുക്കൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച അയാൾ കിടക്കുകയാണ്. വഇദാ ആഖർ, വേറൊരു മനുഷ്യൻ അയാളുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ഖായിമുൻ അലൈഹി ബിസഖറ, വലിയൊരു പാറക്കൽ എടുത്ത് പിടിച്ചുകൊണ്ടാണ് അയാളുടെ അടുക്കൽ നിൽക്കുന്നത്. എന്നിട്ട് ആ വലിയ പാറക്കല്ല് ഈ മനുഷ്യന്റെ തലയിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുന്നു. അതോടുകൂടി ആ കിടക്കുന്ന മനുഷ്യന്റെ തല പൊട്ടിച്ചിതറുകയും കല്ല് ഉരുണ്ടുരുണ്ട് താഴേക്ക് പോവുകയും ചെയ്യുന്നു. വീണ്ടും ആ മനുഷ്യൻ പോയി കല്ലെടുത്തു കൊണ്ടുവരും. ഫലാ യർജിഉ ഇലൈഹി ഹത്താ യസ്ലിഹ റഅസുഹു കമാ കാൻ, കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും പൂർവ്വസ്ഥിതിയിലേക്ക് ആ തല മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ തല എറിഞ്ഞു പൊളിക്കുന്ന ഒരു മനുഷ്യന്റെ ദാരുണമായ അവസ്ഥ, ഭീകരമായ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് ആ രണ്ട് മലക്കുകളോടും ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ്, എന്താണ് ഇതിന്റെ അവസ്ഥ? ബർസഖി ലോകത്ത് ഖബറിൽ വെച്ച് അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷയെ സംബന്ധിച്ച് നമ്മളൊക്കെ മരണശേഷം കടന്നു പോകാനുള്ള ഒരു ലോകമുണ്ട്. മരണത്തിന് ശേഷം ഖിയാമത്ത് നാളിന് മുമ്പായി വരുന്ന ഒരു ലോകം, അതാണ് ബർസഖി ജീവിതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഖബർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് കേവലം ഒരു കുഴിയാണ് എന്ന് ആരും സങ്കല്പിക്കേണ്ടതില്ല. കുഴിയിൽ അടക്കിയാലും അടക്കിയില്ലെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഖബറിന്റേതായ ഒരു ജീവിതം. കരിച്ചു കളയുന്ന വ്യക്തികളാണ് എങ്കിലും, അതേപോലെ ബോഡി പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണെങ്കിലും അവർക്കൊക്കെ ഉണ്ട് ഖബർ എന്ന് പറയുന്ന ഒരു ജീവിതം. അതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, സുമ്മ അമാതഹു ഫഅഖ്ബറ, അല്ലാഹു അയാളെ മരിപ്പിക്കുകയും അല്ലാഹു അയാളെ ഖബറടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ കേവലം ഒരു കുഴിമാടം എന്ന് സങ്കല്പിക്കേണ്ടതില്ല. അതിൽ നിന്നാണ് ഇത്തരം ഹദീസുകളെ സംബന്ധിച്ചും ആയത്തുകളെ സംബന്ധിച്ചും ഒക്കെ യുക്തി വെച്ച് ചിന്തിച്ച് പരിഹസിക്കുകയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപക്ഷെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ ചില ആളുകൾക്ക് നിമിത്തമായിട്ടുള്ളത്. ഏതായിരുന്നാലും ബർസഖി ലോകത്ത് അയാൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ കാരണം എന്താണ്, കുറ്റം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത്. ഇന്നഹു യഅഖുദുൽ ഖുർആന ഫയർഫുളു, അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അയാൾ ഖുർആൻ കൈയൊഴിച്ച വ്യക്തിയായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് പടച്ചറബ് നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞ സവിശേഷമായ പ്രയോഗങ്ങൾ. വഹാദാ കിതാബുൻ അൻസൽനാഹു, നാം അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാകുന്നു ഇത്. മുബാറക്കുൻ, ബറക്കത്തുള്ള അനുഗ്രഹീതമായ ഗ്രന്ഥം. അതുകൊണ്ട് ഫത്തബിഊഹു, അത് നിങ്ങൾ പഠിച്ച് അതിനെ ഫോളോ ചെയ്യണം, പിൻപറ്റണം അതിന്റെ നിർദ്ദേശങ്ങൾ. വത്തഖൂ, അതിന്റെ കൽപ്പനകളും വിലക്കുകളും നിങ്ങൾ അംഗീകരിച്ച് അത് നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മതാ ബോധത്തോടുകൂടി പ്രയോഗവൽക്കരിക്കണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും എന്നാണ് ഖുർആൻ സൂറത്ത് അൻആമിലെ 155-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ പടച്ചറബിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് കിട്ടാൻ, സന്മാർഗത്തിലൂടെ നമുക്ക് മുന്നേറുവാനുള്ള മാർഗം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ അറിയണം, പഠിക്കണം, അത് പിൻപറ്റണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ ആയത്ത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അല്ലാഹു താങ്കൾക്ക് ഇറക്കി തന്ന ഈ വിശുദ്ധമായ ഗ്രന്ഥം എന്തിനാണ്? ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, മനുഷ്യർ അകപ്പെട്ടിട്ടുള്ള കൂരാക്കൂരി ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹു കാണിച്ചു തരുന്ന വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി, മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ബിഇദ്നി റബ്ബിഹിം, പടച്ച റബ്ബിന്റെ അനുവാദത്തോടുകൂടി, അനുമതി പ്രകാരം, ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അജയ്യനും പ്രതാപവാനും സ്തുത്യർഹനുമായ പടച്ച റബ്ബിന്റെ നേരായ വഴി അള്ളാഹു വരച്ചു കാണിച്ച ആ നേരിന്റെ വഴിയിലൂടെ മുന്നേറുവാനുള്ള പ്രകാശമാണത്. ഇരുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രകാശം ആ ഖുർആനിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. സൂറത്ത് സ്വാദിൽ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കി തന്നു. എന്തിന്? നിങ്ങൾ എല്ലാവരും, പ്രവാചകൻ മാത്രമല്ല, ലിയദ്ദബ്ബറു ആയാതി,
അതിന്റെ വചനങ്ങൾ അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ആളുകൾ ആ ഖുർആനിന്റെ വചനങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം. അതിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. ആ കടമകൾ നിർവഹിക്കാതെ അതിനെ അവഗണിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന ദുരന്തമാണ്, അപകടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്. ആ പരിശുദ്ധ ഖുർആൻ ഇത് നമ്മുടെ എല്ലാവരുടെയും കൈകളിലുണ്ട്, ഫോണുകളിലുണ്ട്. ഏത് സമയത്തും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് അതിനോടുള്ള ഹക്കുകൾ നിറവേറ്റുവാൻ സാധിക്കും. അത് പാരായണം ചെയ്യുവാനും അത് പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനും അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് അത് പ്രയോഗിച്ച് പ്രയോഗങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ഉറ്റാലോചിക്കുവാനും അതിന്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ പ്രയോഗവൽക്കരിക്കുവാനും ഒക്കെ നമുക്ക് മനസ്സ് വച്ചാൽ സാധിക്കും. ഓരോ ഹർഫിനും ആ ഖുർആൻ എന്നെടുത്ത് വെച്ച് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട് എന്ന്. ഓരോ അക്ഷരത്തിനും പ്രതിഫലം എന്ന് പറയുമ്പോൾ ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ ഒരു കൂലി എന്നല്ല. ആ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഓരോ നന്മയും 10 ഇരട്ടിയാണ് അതിന്റെ പ്രതിഫലം. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം ഖുർആൻ ഓതുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഒരു 2 പേജ് ഖുർആൻ ഓതണമെങ്കിൽ 5 മിനിറ്റ് വേണ്ട. ആ 5 മിനിറ്റിൽ എത്രയോ ഹർഫുകൾ, അക്ഷരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ആ ഖുർആനിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന മനസമാധാനവും സ്വസ്ഥതയും സന്തോഷവും പ്രതിഫലവും നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, അതിനെ അവഗണിക്കുകയാണെങ്കിൽ, ആ പരിശുദ്ധ ഖുർആനിന് നേരെ മുഖം തിരിക്കുന്ന ആളുകൾ അവർ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രയാസകരമായ ഒരു ജീവിതത്തിന്റെ അനുഭവ ലോകത്തേക്ക് കടന്നു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ അയാളുടെ തലയെറിഞ്ഞ് പൊട്ടിക്കുവാനുള്ള കാരണം? ഫലമ്മാ റഫല അശ്റഫൽ അശ്യാ, ഈ ലോകത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധമായ ആ ഗ്രന്ഥത്തെ, വഹുവൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ അയാൾ അവഗണിച്ചതുകൊണ്ട്, കൈയൊഴിച്ചതുകൊണ്ട്, അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെ തന്നെ അള്ളാഹു പിടികൂടി. വഹുവർ റഅസ്, അത് അയാളുടെ തലയാണ്. അയാൾ പലതും ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, പ്ലാൻ ചെയ്യുന്ന, പലതും നടപ്പിലാക്കുന്ന അയാളുടെ തല അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുവാനും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും ഒന്നും വിനിയോഗിക്കാത്തത് കൊണ്ട് ആ തല തന്നെ തല്ലിപ്പൊളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിയെന്നാണ്. ഖുർആൻ പഠിച്ച് നല്ല ഈണത്തിൽ ഓതിയിരുന്ന ചില ആളുകൾ പാടെ ഖുർആനിനെ കൈയൊഴിച്ച് കളിയും വിനോദവും ഒക്കെയായി മാറിയ എത്രയോ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. വലിയ തെറ്റാണത്. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതും മറക്കാതിരിക്കാൻ ഓതിക്കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ഖുർആൻ എടുത്ത് വെച്ച് ഓതുവാൻ നമുക്ക് സാധിക്കണം. അതൊരു പ്രാവശ്യം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി മനസ്സിലാക്കിയതിന്റെ അർത്ഥമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആർക്കും പഠിപ്പ് നിർത്തുവാൻ പറ്റിയ ഒന്നല്ല. വീണ്ടും വീണ്ടും തുടർച്ചയായി ആ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിച്ചുകൊണ്ടേയിരിക്കുകയും വേണം. അത്ഭുതങ്ങൾ തീരാത്ത ആഴക്കടലാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ആശയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ സാധിക്കുന്ന ആർക്കും അതിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം, സഹോദരങ്ങളെ, നമ്മൾ ഓതിവിട്ട ഖുർആനിന്റെ ആയത്തുകൾ അർത്ഥം മനസ്സിലാക്കി ഒന്ന് പാരായണം ചെയ്യുമ്പോൾ റബ്ബ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഖുർആനിന്റെ വചനങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ അപ്പോ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം തീർച്ചയായും അതിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ മസലു സ്വാഹിബിൽ ഖുർആൻ കമസലി സ്വാഹിബിൽ ഇബ്ൽ. ഖുർആനിന്റെ ഒരു പ്രത്യേകമായ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഖുർആൻ പഠിച്ച, ഖുർആൻ ഓതിയിട്ടുള്ള, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഉപമ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഒട്ടകത്തെ കെട്ടിയിട്ട മനുഷ്യനെ പോലെയാണ്. കമസലി സ്വാഹിബിൽ ഇബ്ലിൽ മുഅല്ലഖ. എന്താണ് ഒട്ടകത്തിന്റെ പ്രത്യേകത? ഇൻ ആഹദ അലൈഹ അംസകഹ. അതിനെ ഇടക്കിടക്ക് പോയി നോക്കിക്കൊണ്ടിരുന്നാൽ ആ ഒട്ടകം അവിടെ തന്നെ ഉണ്ടാകും. വഇൻ അത്ലഖഹ ദഹബത്. അതിനെ അവിടെ ഇട്ട് കെട്ടിയിട്ടുണ്ട് എന്ന ധാരണയിൽ പോയി അയാളുടേതായ ലോകത്തേക്ക് മാറിക്കഴിഞ്ഞാലോ പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഒട്ടകം അവിടെ കാണുകയില്ല, അത് കെട്ടഴിഞ്ഞ് പോയിട്ടുണ്ടാകും. അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. ഇതുപോലെയാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഓതി പഠിച്ച ആയത്തുകൾ, സൂറത്തുകൾ, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓതി
അതിന്റെ ആശയങ്ങൾ ഗ്രഹിച്ച് അതിന്റെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ചറബിന്റെ ഒരു കരസ്പർശം, അള്ളാഹുവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രാത്രി നമസ്കാരത്തിനും മറ്റുമൊക്കെ ഇങ്ങനെ ഖുർആൻ ഓതി പഠിച്ച ആളുകൾക്ക് അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ, മറക്കാതിരിക്കാൻ, അങ്ങനെ ദീർഘമായി ഓതി നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ മറ്റൊരു റിവായത്തിൽ ഈ സംഭവം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, വല്ലദീ റഅയ്തഹു യുസ്ദഖു റഅസുഹു, പ്രവാചകരെ താങ്കൾ കണ്ട ആ തല എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ പഠിക്കാൻ അവസരം നൽകിയ മനുഷ്യനാണ്. ഫനാമ അൻഹു ബില്ലൈൽ, പക്ഷേ ആ ഖുർആൻ ഓതുവാനോ അത് ഓതി നിന്ന് നമസ്കരിക്കുവാനോ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങി അയാൾ. വലം യഅമൽ ഫീഹി ബിന്നഹാർ, ആ ഖുർആനിലെ വിധിവിലക്കുകൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും അയാൾ മെനക്കെട്ടില്ല. വാസ്തവത്തിൽ ആ ഖുർആനെ അയാൾ അവഗണിച്ചു തള്ളിയെന്നർത്ഥം. യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയും അയാൾ ആ തരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളുമായി ഖബറിൽ കഴിയേണ്ടി വരുമെന്ന് പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ വചനത്തിൽ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, വേറെ ഏതെങ്കിലും ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചല്ല, സമുദായത്തെ കുറിച്ചല്ല. ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ഖൗമ്, എന്റെ ജനത, പടച്ചവരെ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അവർ അവഗണിച്ചു കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർ സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ ആ ഖുർആൻ ഒന്ന് എടുത്തു വെച്ച് പഠിക്കാൻ, അതിന്റെ വാക്കുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ നമുക്ക് സാധിക്കണം. പാരായണം ചെയ്യാൻ, ആശയങ്ങൾ ഗ്രഹിച്ചു പഠിക്കാൻ, അതിന്റെ ആശയങ്ങളിലേക്ക് ചിന്തയെ പായിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഖുർആനിന്റെ അഹ്ലുകാരായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരിക്കും. ഖുർആനുമായി അകന്ന ആളുകൾക്ക് ഇപ്പറഞ്ഞതുപോലെയുള്ള ദുരന്തമായിരിക്കും ഏറ്റവും വലിയ നിന്ദ്യത. മുസ്ലിം ഉമ്മത്തിന്റെ തന്നെ പൊതുവെയുള്ള അവസ്ഥ പരിശോധിച്ചാൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ നിന്ദ്യതക്കും അപമാനങ്ങൾക്കും അതേപോലെ തന്നെ ആക്ഷേപങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഖുർആനുമായി ഉമ്മത്ത് അകന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് വായിക്കുവാനോ അതിന്റെ സൂറത്തുൽ ഫാത്തിഹ ഡെയിലി 17 പ്രാവശ്യം നമസ്കാരമുള്ള എല്ലാവരും ഓതുന്ന, നിർബന്ധമായും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും പഠിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിലുള്ള കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും അവസാനിപ്പിക്കുവാൻ അത് മാത്രം മതിയുമാകുമായിരുന്നു. പക്ഷേ ആ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ പോലും പഠിക്കാത്ത ആളുകൾ വലിയ ദുരന്തമാണ്. അതിന്റെ പേരിൽ നമ്മൾ പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ബാധ്യത നിർവഹിക്കുവാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മനുഷ്യന്റെ മറ്റൊരു കുറ്റം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. അയാൾ ചെയ്ത 2 കുറ്റങ്ങളാണ്. ഒന്ന്, ഖുർആനിനെ കൈയൊഴിച്ചു. 2, ഫർളായ നമസ്കാരം നിർവഹിക്കാതെ അയാൾ കിടന്നുറങ്ങി. ഇപ്പോൾ പ്രത്യേകിച്ചും പല പള്ളികളിലും അല്ലാത്ത സമയത്ത് സുബഹിക്ക് 2ഉം 3ഉം സഫൊക്കെ ഉള്ള പള്ളികളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സുബഹി കുറച്ച് നേരത്തെ ആകുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് സുബഹിയുടെ സമയത്തൊരു മഴ കൂടി പെയ്താൽ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും. വലിയ മഴയാണ്, ചെളിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ വരണ്ട, വീട്ടിൽ നമസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രേരിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതൊന്നുമല്ല. ഒരു മഴയുമില്ലെങ്കിൽ പോലും പള്ളിയിലേക്ക് വരാത്ത വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ, കിടന്നുറങ്ങുന്ന ആളുകൾ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, രോഗിയായ ആളുകളെ സംബന്ധിച്ചല്ല, നാട്ടിലില്ലാത്ത യാത്രക്കാരെ സംബന്ധിച്ചല്ല, ആ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എന്ത് ഖൈറും ബർക്കത്തും കിട്ടാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമസ്കാരം എന്ന് പറഞ്ഞാൽ റബ്ബുമായിട്ടുള്ളൊരു കണക്ഷനാണ്. സിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബിഹി, ഒരു അടിമയും തന്റെ റബ്ബുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്തുന്നത് നമസ്കാരത്തിലൂടെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആ നമസ്കാരത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേവലാദികളും ആവലാദികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും റബ്ബിന്റെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് റബ്ബിനോട് പറയാം. റബ്ബുമായിട്ടുള്ളൊരു മുനാജാത്താണ്. സ്വന്തമായി നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്ന വേളകളിൽ സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് നമുക്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാം നമ്മുടെ ഏത് പ്രശ്നങ്ങളും. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്,
നിങ്ങൾ ക്ഷമയവലംബിച്ചുകൊണ്ട്, സഹനം അവലംബിച്ചുകൊണ്ടും നമസ്കാരം കൊണ്ടും റബ്ബിനോട് സഹായം തേടുക എന്ന്. സത്യവിശ്വാസികളുടെ സ്വഭാവം വിശദീകരിച്ചപ്പോൾ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതി, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം മനസ്സ് വെക്കുന്ന, ശ്രദ്ധിക്കുന്ന ആളുകളാണ് എന്ന്. സൂറത്ത് അൻആമിലെ 92-ാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞ രണ്ട് വിഷയവും, അഥവാ ഖുർആൻ പഠനവും ഖുർആനിനെ പരിഗണിക്കലും നമസ്കാരത്തിന്റെ കാര്യവും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിൽ മാത്രമല്ല, ഓതി നോക്കുമ്പോൾ പല ആയത്തുകളിലും ഇതാണ് ഞാൻ പറഞ്ഞത്. അർത്ഥം മനസ്സിലാക്കി നമ്മൾ അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പല അത്ഭുതങ്ങളും ആ ആയത്തുകളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഉസ്താദ് ക്ലാസ് എടുത്തു തരുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് പഠിച്ച് നമ്മളൊന്ന് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി. എന്താണ് അല്ലാഹു പറഞ്ഞത്? അനുഗ്രഹീതമായ വിശുദ്ധ ഗ്രന്ഥം, മുൻ വേദങ്ങളെ സത്യപ്പെടുത്തുന്ന ഖുർആൻ, അത് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. പ്രവാചകരെ, താങ്കൾ ഈ നാട്ടുകാർക്കും ഇതിന് പരിസരമുള്ള ആളുകൾക്കും ഒക്കെ താക്കീത് നൽകാൻ വേണ്ടി. വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി, പരലോകത്ത് വിശ്വാസമുള്ള ആളുകൾ തീർച്ചയായും ആ ഖുർആനിനെ അംഗീകരിക്കും, ഖുർആനിൽ വിശ്വാസമുള്ളവരായിരിക്കും. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒറ്റ ആയത്തിൽ തന്നെ വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല സൂക്ഷ്മതയുള്ള, ശ്രദ്ധയുള്ള ആളുകളായിരിക്കും. അപ്പൊ ഖുർആനിനെ പരിഗണിക്കുന്ന, പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകളുടെ ഒരു ക്വാളിറ്റിയായി, പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞതാണ്. സൂറത്ത് അൻആമിലെ 92-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും പലർക്കും തോന്നുന്നത്. കൃത്യനിഷ്ഠയില്ലാത്ത നമസ്കാരം, കപട വിശ്വാസികളുടെ നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആൻ തന്നെ പറഞ്ഞത്, അവർ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞില്ല. മുനാഫിക്കുകളെ സംബന്ധിച്ച് അവർ നമസ്കരിക്കും, പക്ഷേ തോന്നിയതുപോലെ, ഒരു അയന്ന മട്ടിൽ, ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സൂറത്തുൽ മാഊൻ, വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായത്തിലെ 4-5 വചനങ്ങൾ ഒരുപക്ഷെ നമുക്കൊക്കെ കാണാതെ അറിയുന്ന ആയത്തുകളാണ്. ചില നമസ്കാരക്കാർക്ക് നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാകുന്ന, അതിനെ അവഗണിച്ച് കളയുന്ന ആളുകൾ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ആയത്തിനെ സംബന്ധിച്ച്, ഹുമുൽ ലദീന യുഅഖിറൂന സ്വലാത്ത് അൻ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയം തെറ്റിച്ച് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു ആക്ഷേപിച്ച് പറഞ്ഞത് എന്നാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്താണ് പറയാ? ജോലി തിരക്ക് കൊണ്ട് എനിക്ക് ആ സമയത്ത് നമസ്കരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മക്കളുമായി ഞാൻ കുറച്ചു നേരം ചെലവഴിച്ചത് കൊണ്ട്. ഇങ്ങനെ ദുനിയാവിന്റെ ഒട്ടേറെ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് പറയാനുള്ളത്. എന്നാൽ അള്ളാഹു സത്യവിശ്വാസികളെ സംബന്ധിച്ച്, പടച്ചറബിനെ ഭയപ്പെടുന്ന, പരലോകത്തെ കുറിച്ച് നല്ല ബേജാറുള്ള വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. അവർക്ക് ഈ പറഞ്ഞ പണിയൊന്നും ഇല്ലാന്നല്ല. ഏത്? അവർക്ക് മക്കളില്ല, ഭാര്യയില്ല, അവര് പള്ളിയുടെ ഒരു മൂലയിൽ ഒഴിഞ്ഞുകൂടി ഇരിക്കുന്ന ആളുകളാണ് എന്നല്ല. മറിച്ച് അവർക്ക് ബിസിനസ് ഉണ്ട്, വാങ്ങലും കൊടുക്കലും ചെയ്യുന്ന ഇടപാടുകളുണ്ട്, അവർക്ക് കൃഷിയുണ്ട്, എല്ലാ തൊഴിലുകളുമുണ്ട്. പക്ഷേ റിജാലുൻ ലാ തുൽഹീഹിം, അവരതൊന്നും അശ്രദ്ധമാക്കുന്നില്ല. തിജാറത്തുൻ, അവർ നടത്തുന്ന ബിസിനസ്സുകൾ, വലാ ബൈഉൻ, അവർ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ക്രയവിക്രയങ്ങൾ, അൻ ദിക്രില്ല, പടച്ചറബിനെ സ്മരിക്കുന്നതിൽ നിന്ന് അതൊന്നും അവരെ അശ്രദ്ധമാക്കുന്നില്ല. വ ഇഖാമിസ് സ്വലാത്ത്, നമസ്കാരം കൃത്യമായി നേരെ ചൊവ്വെ നിർവഹിക്കുന്നതിന് ഇതൊന്നും അവർക്ക് തടസ്സമല്ല. വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൃത്യമായി കണക്ക് നോക്കി അത് കൊടുത്തു വീട്ടാൻ അവർക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദിവസം വരാനുണ്ട് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ അതിനെ ഭയപ്പെടുന്നു. ഹൃദയവും കണ്ണുകളും അതിന്റെ സ്ഥാനം തെറ്റി വ്യതിചലിച്ചു പോകുന്ന ഭീതിയുടെ ഒരു ലോകവും ഒരു രംഗവും അവർ ഭയപ്പാടോടുകൂടി കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കളി വിനോദങ്ങളിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കുവാൻ മടിയില്ലാത്ത ആളുകൾക്ക് 5 മിനിറ്റ് ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുമ്പോഴേക്കും ഇല്ലാത്ത തളർച്ചയും ക്ഷീണവും രോഗമൊന്നുമില്ല.
അവർക്ക് കൃത്യമായി നമസ്കരിക്കുവാൻ നോക്കുമ്പോഴോ സ്വാഭാവികമായും ആ സമയത്ത് നമസ്കരിക്കാൻ സാധിക്കാതെ വരും. പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു കടമ കഴിക്കുക എന്ന രീതിയിൽ കോഴി കൊത്തുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രയോഗത്തിൽ അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞൊരു കെട്ടിമറഞ്ഞുള്ള നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുഅ്മിനിന്റെ നമസ്കാരമല്ല, മുനാഫിക്കിന്റെ കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. യജ്ലിസു യർഖുബു ശംസ്, അയാൾ എങ്ങനെ നോക്കിയിരിക്കും, സമയം തെറ്റിയിട്ടുണ്ടോ, സമയം തെറ്റാനാകുമ്പോഴേക്ക് വന്ന് കൈകെട്ടി നമസ്കരിക്കും. ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്വാൻ, പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ, അത് സൂര്യൻ ഉദിക്കുന്ന സമയവും സൂര്യൻ അസ്തമിക്കുന്ന സമയവും, ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ. ഖാമ ഫനഖറഹ അർബഅ ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, കോഴി കൊത്തുന്നത് പോലെ ഒരു കൊത്തൽ. അയാൾ അങ്ങനെ ഒരു 4 റക്അത്ത് നമസ്കരിച്ചു തീർക്കും. ഒരുപക്ഷെ അസറായിരിക്കും, മഗ്രിബിന്റെ സമയത്തേക്ക് സൂര്യൻ അസ്തമിക്കാനാകുമ്പോഴേക്ക് പോയി നമസ്കരിക്കും. അതുവരെയും ചിലപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകത്തായിരിക്കും വിഹരിച്ചത്, അതല്ലെങ്കിൽ ബിസിനസിന്റെ ലോകത്തായിരിക്കും അയാൾ സഞ്ചരിച്ചത്. ലാ യദ്കുറുല്ലാഹ ഫീഹാ, അങ്ങനെ തല്ലിപ്പിടിച്ചുള്ള നമസ്കാരത്തിൽ റബ്ബിനെ അയാൾക്ക് സ്മരിക്കാൻ എവിടെ നിന്ന് സാധിക്കും? പടച്ചവനെ ഓർക്കാതെയുള്ള നമസ്കാരത്തിന്റെ ഹലാവത്ത്, അതിന്റെ രുചിയും ടേസ്റ്റും എങ്ങനെ അയാൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും? സഹോദരങ്ങളെ, ക്ഷീണമാണ്, രോഗമാണ്, അങ്ങനെ ഉറങ്ങിപ്പോയതാണെങ്കിൽ കുറ്റമല്ല. ഉണർന്നാൽ ഉടനെ നമ്മൾ നമസ്കരിക്കണം. എന്നാൽ മനഃപൂർവ്വം നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നത് പോലും 8 മണിയാകുമ്പോൾ ഓഫീസിലെത്തണം എങ്കിൽ 7:30 അലാം വെച്ച് എഴുന്നേറ്റ് എന്നിട്ടൊരു നമസ്കാരം, അങ്ങനെയല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 4 മണിക്ക് എഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ 4:30 എഴുന്നേൽക്കാൻ, സുബഹിയുടെ സമയത്തിനനുസരിച്ച് തന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് തഹജ്ജുദ് നമസ്കാരം ഒരു 2 റക്അത്തെങ്കിലും നമസ്കരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് എന്നറിയോ? മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഒരാൾ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചൊരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും, കാവലിലായിരിക്കും അയാൾ ഉണ്ടാവുക. അതിനേക്കാൾ വലിയ വേറെ എന്ത് വേണം നമുക്ക്? പക്ഷേ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് ദുനിയാവിലും മരണത്തിന് ശേഷം ഖബറിലും അതിനുശേഷം വരുന്ന പരലോകത്തും നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നാം ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളോട് നിർദ്ദേശിച്ച ഒരു സൂറത്താണ് പാരായണം ചെയ്യാൻ. സൂറത്തുൽ കഹ്ഫ്, ഖുർആനിലെ 18ാമത്തെ അധ്യായം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് അല്ലാഹു പ്രകാശം ചൊരിയും. ചില ഹദീസുകളിലുള്ളത് ഒരു വെള്ളി മുതൽ അടുത്ത വെള്ളി വരെയുള്ള ഒരാഴ്ച അല്ലാഹു പ്രകാശം കൊണ്ട് അയാളെ അനുഗ്രഹിക്കുമെന്ന്. മറ്റു ചില ഹദീസുകളിലുള്ളത് പരലോകത്ത് അയാൾക്ക് വെളിച്ചത്തിലൂടെ, പ്രകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കും. പലരും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെടുമ്പോൾ ഖുർആനിനെ പരിഗണിച്ച ആളുകൾ എന്നുള്ള നിലയിൽ ഇവർക്ക് അല്ലാഹു പ്രകാശം നൽകുമെന്ന്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നേരത്തെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാറ്റിനും നമുക്ക് സാധിക്കും. സുന്നത്ത് നമസ്കരിക്കാം, ഖുർആൻ ഓതാം, നമുക്ക് പറയാനുള്ള എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും റബ്ബിനോട് പറയാം. പക്ഷെ അവസാനം നേരത്തെ നമ്മൾ കേട്ടതുപോലെ ആ ജുമുഅയിൽ ഞാൻ പെടാതെ അതിൽ നിന്ന് എന്റെ പേര് വെട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച അവസാനത്തെ റക്അത്തിൽ
ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് ഓടി വന്ന് ഞാനും ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു മെമ്പറാണ് എന്ന് വരുത്താൻ വേണ്ടി, ആർക്കു വേണ്ടിയാണ് സഹോദരങ്ങളെ അങ്ങനെയുള്ള ഇബാദത്തുകൾ? പടച്ചറബിന് അങ്ങനെയുള്ള ഒരു ഇബാദത്തിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തുകളെയും ഇസ്ലാമിന്റെ വിശ്വാസ ആചാരങ്ങളെയും നെഞ്ചിലേറ്റുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് അന്തസ്സുണ്ടാകും, അഭിമാനമുണ്ടാകും, പടച്ചറബിന്റെ കാവലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് ചിന്തിക്കുവാനും നല്ല മാർഗത്തിലൂടെ മുന്നേറുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന